വളരെ പ്രധാനപ്പെട്ട ഒരു വിധി ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ആ വിധിയിലേക്കാണ് നമുക്കിന്ന് പോകുന്നത്. നിയമസഭകൾ പാസ്സാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച വിധിയിൽ വ്യക്തത തേടി രാഷ്ട്രപതി നൽകിയ റഫറൻസിന് സുപ്രീം കോടതി ഇന്ന് മറുപടി നൽകും. 14 വിഷയങ്ങളിൽ വ്യക്തത തേടിയായിരുന്നു രാഷ്ട്രപതി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ശ്രീകാന്ത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരുപാട് ഭരണഘടനാ വിഷയങ്ങൾ കൂടി പരിഗണിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഇവിടെയുണ്ട്. നിലവിലെ കൃത്യമായ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? നേരത്തെ തമിഴ്നാടും കേരളവും അടക്കമുള്ള സംസ്ഥാനങ്ങൾ, അതിൽ പഞ്ചാബൊക്കെ ഉണ്ട് എന്നുള്ളതാണ് വിവരം. അവർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അവരുടെ ഭാഗത്തുനിന്നും വളരെ വലിയ തോതിൽ പ്രതിഷേധവുമൊക്കെ ഉണ്ടായതാണ് ഈ ഗവർണർമാർ ബില്ല് വെച്ച് താമസിപ്പിക്കുന്നു എന്നുള്ളത്. അതൊരു കാരണവുമുണ്ട്. ഈ ഗവർണർമാർ ഇത്തരത്തിൽ ബില്ല് പിടിച്ചു വയ്ക്കുന്നതിന് കാരണം ജനവിരുദ്ധമായതോ അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായതോ ആയ ബില്ലുകൾ സ്വാഭാവികമായും പിടിച്ചു വയ്ക്കുകയോ അതല്ലെങ്കിൽ അത് രാഷ്ട്രപതിയുടെ കൺസെൻറ്റിന്, പ്രസിഡൻഷ്യൽ കൺസെൻറ്റിന് അയക്കുകയോ ചെയ്യും. അതൊരു നടപടിക്രമമാണ്. ഭരണഘടനയിൽ അതാണ് പിന്തുടർന്നു പോന്നിരുന്നത്. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സുപ്രീം കോടതിയിൽ നിന്നും ഒരു വിധി വരികയാണ് തമിഴ്നാടിന് അനുകൂലമായി. അതായത് ഗവർണർ എത്രയും വേഗം തീരുമാനമെടുക്കണം. അതിനൊരു 3 മാസത്തെ സമയപരിധിയും നിശ്ചയിച്ചു കൊടുത്തു. അതായത് ഒരു ഭരണഘടനാ പദവി, ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് മേൽ മറ്റൊരു ഭരണഘടനാ സ്ഥാപനം കയറി പറയുകയാണ്, നിങ്ങൾ ഇത്ര സമയത്തിനുള്ളിൽ തീരുമാനമെടുത്തിരിക്കണം എന്ന്. അതിനുമപ്പുറം ഗവർണർ പിടിച്ചുവെച്ച ബില്ലുകൾ സാധുവായതായി ഈ സുപ്രീം കോടതി തന്നെ അങ്ങ് പ്രഖ്യാപിക്കുകയുമാണ്. അപ്പോൾ പിന്നെ ഗവർണറും രാഷ്ട്രപതിയും ഒന്നും വേണ്ട എന്നൊരവസ്ഥ, സുപ്രീം കോടതി തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുക എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഇതിനെതിരെ രാഷ്ട്രപതി 14 ചോദ്യങ്ങളുമായി സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ഉണ്ടായത്. ആ 14 ചോദ്യങ്ങൾ കോടതി പരിഗണിച്ചു. അതിന്മേൽ ഇന്ന് വിധി പറയാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമയപരിധി, ഈ ബില്ലുകൾ പാസ്സാക്കുന്ന അല്ലെങ്കിൽ ബില്ലുകളിൽ ഒപ്പിടുന്ന കാര്യത്തിൽ സമയപരിധി നിശ്ചയിച്ച വിധിയിൽ വ്യക്തത തേടിയുള്ള രാഷ്ട്രപതിയുടെ ഹർജിയിലാണ് നിലവിലിപ്പോൾ, രാഷ്ട്രപതിയുടെ ആ ചോദ്യത്തിലാണ്, റഫറൻസിലാണ് ഇപ്പോൾ വിധി പറയാൻ പോകുന്നത്. അതിൽ എടുത്തു പറയേണ്ട കാര്യം, ഇത്തരം സംഭവങ്ങളിൽ കോടതിയെ സമീപിക്കുക, അതായത് കാലതാമസം നേരിടുന്ന കേസുകളിൽ, ബില്ലുകളിൽ ഒപ്പിടാൻ കാലതാമസം നേരിടുന്ന കേസുകളിൽ കോടതിയെ സമീപിക്കാം എന്ന് സുപ്രീം കോടതി നേരത്തെ പറഞ്ഞിരുന്നു. അത് നിലനിൽക്കുന്നതാണോ എന്ന് ഇന്ന് ഭരണഘടനാ ബെഞ്ച് വിധി പറയും. ഒരു ഭരണഘടനാ സ്ഥാപനം ചുമതല നിർവഹിക്കുന്നില്ലെങ്കിൽ മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തിന് നിർദ്ദേശം നൽകാൻ കഴിയില്ല എന്നതായിരുന്നു കേന്ദ്രത്തിൻ്റെ നിലപാട്. ഗവർണറും രാഷ്ട്രപതിയും സമയപരിധി പാലിക്കാത്തതിൻ്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് സുപ്രീം കോടതി നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന പ്രകാരം കൃത്യമായ രീതികൾ ഉണ്ട്. അതിൽ ഗവർണർക്കോ രാഷ്ട്രപതിക്കോ സമയം നിശ്ചയിച്ച് നൽകിയിട്ടില്ല. ഒന്ന് ആലോചിക്കേണ്ടത്, സുപ്രീം കോടതി രാഷ്ട്രപതിയുടെ ചുമതല കൂടി ഏറ്റെടുക്കുകയാണ്. ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്യണം എന്ന് 2 സുപ്രീം കോടതി ജഡ്ജിമാർ പറയുക കൂടി ചെയ്യുകയാണ്. അതും ഒരു പരമോന്നത ഭരണഘടനാ സ്ഥാപനത്തിന് നേരെ, പദവിക്ക് നേരെ. സ്വാഭാവികമായും ആശങ്കയുണ്ടാക്കുന്നതായിരുന്നു അത് ശരിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇന്ന് തീരുമാനമറിയാം. ഇന്ന് സുപ്രീം കോടതി അതിൽ വിധി പറയാൻ പോവുകയാണ്. ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന വിധി തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമുക്ക് നോക്കാം എന്താണ് ഇന്ന് സുപ്രീം കോടതി പറയാൻ പോകുന്നതെന്ന്. കാത്തിരുന്ന് കാണാം.